നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു ചെറിയ ചലഞ്ച്. നേരെ ഇൻസ്റ്റഗ്രാമിലേക്ക് പോയിട്ട് ഡിസ്കവർ ഫീഡിലേക്ക് പോവാം. അവിടെ നേരെ പോകുമ്പോൾ നമ്മൾ കാണുന്ന ഇൻഫർമേഷൻസ് ആൻഡ് സജഷൻസ് ഉണ്ടല്ലോ, അത് നമുക്കറിയാം നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഇലക്ട്രോണിക് ഫോമാണ് അതെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ എന്തൊക്കെയാണോ സെർച്ച് ചെയ്യുന്നത്, എന്തൊക്കെയാണോ കൂടുതലായിട്ട് കാണുന്നത് അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഫോമാണ് അവിടെ കാണുക അല്ലേ. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണോ, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണോ ആക്ച്വലി ആ എക്സ്പ്ലോർ പേജിലുള്ളത്, അതോ ഈ സോഷ്യൽ മീഡിയ കമ്പനീസ് നമുക്ക് നമ്മളെന്ത് കാണണം എന്ന് തീരുമാനിച്ചിട്ട് നമ്മളെ കാണിപ്പിക്കുന്ന സാധനങ്ങളാണോ? മിക്കവാറും അത് പല പല കാര്യങ്ങളുടെ കുറച്ച് കുറച്ചെടുത്തിട്ട് നമ്മളെ കാണിക്കുമായിരിക്കും. അതായത് ലിറ്റിൽ ബിറ്റ് ഓഫ് എവറിത്തിങ് എന്നിട്ട് കൺസ്യൂം ചെയ്യൂ എന്ന് നമ്മളോട് പറയുന്ന മാതിരി. ടു മെനി ചോയ്സസ് അല്ലേ. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ പോയിട്ട് ഒരു 20 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 1000-ൽ കൂടുതൽ മൂവീസ് അവിടെ ഉള്ളതായിട്ട് കാണാം. അത്രയും ചോയ്സസ് അവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ ഏത് കാണും? ആമസോണിൽ കയറിയിട്ട് ഒരു ജീൻസ് മേടിക്കണമെങ്കിൽ 10-25 മോഡൽസ് ഉണ്ടാവും. ഏത് മേടിക്കും? ഇനി ഒരു റെസ്റ്റോറൻറ്റിലെ മെനു ആണെങ്കിലും ഇനി ഒന്നും വേണ്ട, നമ്മുടെയൊക്കെ കരിയർ ചോയ്സ് തന്നെയാണെങ്കിലും എല്ലായിടത്തും ഒരു ചോയ്സ് ഓവർലോഡാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള സ്വപ്നങ്ങളും അംബീഷൻസും ഒക്കെ ഉണ്ടാവും അല്ലേ. പലർക്കും, കൂടുതൽ ആൾക്കാർക്കും അത് അച്ചീവ് ചെയ്യാനുള്ള ടാലൻറ്റും ഉണ്ടാവും. പക്ഷെ നമ്മുടെ എനർജി എപ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങളോടെല്ലാം സ്കാറ്റേർഡായിട്ട് ഡിസ്ട്രിബ്യൂട്ടായിട്ട് കിടക്കണേ. ഒന്നിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ തന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറയാം. ഇത് എൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനലല്ല. കോവിഡിൻ്റെ ഒക്കെ മുമ്പ് ഒരു ടൈമിൽ എനിക്ക് മ്യൂസിക്കിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. അതായത് വെറുതെ പാട്ട് കേൾക്കുക എന്നുള്ളതായിരുന്നില്ല, ഒരു ഇൻസ്ട്രുമെൻ്റ് പഠിക്കുക, അത് കഴിഞ്ഞിട്ട് സ്വയം പാട്ട് എഴുതുക, കമ്പോസ് ചെയ്യുക, യൂട്യൂബിൽ സ്ഥിരമായിട്ട് പോസ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയായിരുന്നു എൻ്റെ മെയിൻ ഹോബി. പക്ഷെ കോവിഡൊക്കെ കഴിഞ്ഞതോടുകൂടി വീട്ടിലൊക്കെ വന്നിട്ട് അത് പതിയെ ബേർഡ് കീപ്പിങ്ങിലോട്ട് തിരിഞ്ഞു. പക്ഷികളെയൊക്കെ പണ്ട് ഇഷ്ടമായിരുന്നു. അങ്ങനെ പതിയെ വീട്ടിലുള്ള പക്ഷികളുടെയൊക്കെ വീഡിയോ എടുത്ത് ആ ചാനൽ മോണിറ്റൈസ് പോലും ആയി. ഒരു വീഡിയോക്ക് 3 ലക്ഷത്തിൽ കൂടുതൽ വ്യൂസ് വന്നപ്പോൾ തന്നെ 4000 അവേഴ്സും മോണിറ്റൈസേഷനൊക്കെ നടന്നു. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസിനൊക്കെ പതിയെ പതിയെ വ്യൂസ് വരാൻ തുടങ്ങി, കുറച്ച് പൈസയൊക്കെ കിട്ടി തുടങ്ങി. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ട്രാവൽ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിൽ പോയി, ശ്രീലങ്കയിൽ പോയി, ഇന്ത്യ മൊത്തം ഒരു ബൈക്ക് എടുത്തൊരു സോളോ റൈഡ് അടിച്ചു. അങ്ങനെ പതിയെ അതൊക്കെ പോസ്റ്റ് ചെയ്ത് പതിയെ ചെറിയ വ്യൂസ് ഒക്കെ വന്നു തുടങ്ങി. അപ്പോഴത്തേക്കും എനിക്ക് തോന്നി തുടങ്ങി, ഇതല്ല എനിക്ക് ആക്ച്വലി ചെയ്യേണ്ടിയിരുന്നത്, എനിക്ക് മറ്റ് പല കാര്യങ്ങളിലും ഫോക്കസ് ചെയ്യാനുണ്ട്. അതായത് ഒരു പുതിയ ഡ്രീം വരുമ്പോൾ ഞാൻ പഴയ ഡ്രീമിനെ അവിടെ ഹാഫിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് പുതിയതിലേക്ക് പോകും. പല പല ചോയ്സുകളുടെ ഓവർലോഡാണ്. ഒന്നിലും എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. യൂട്യൂബിൽ 18 വർഷം പഴക്കമുള്ള ഒരു പോസ്റ്റ് ഉണ്ട്, ഒരു വീഡിയോ. ബാരി ഷോൾസ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റിന്റെ ഒരു ടോക്കാണ്. പാരഡോക്സ് ഓഫ് ചോയ്സ് എന്നാണ് അതിന്റെ പേര്. നമ്മളെല്ലാവരും ഒരു പ്രാവശ്യം ഇങ്ങനെ കണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും. അതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പറയുന്നത് വേറെ ഒന്നുമല്ല, നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് 2005 നടന്ന ടോക്കാണ്, ഐഫോണൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് പോലും. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് ഉള്ളത് നല്ലതാണ്, നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അത് നമുക്ക് കൂടുതൽ ഫ്രീഡം തരും. പക്ഷേ ആ ഫ്രീഡത്തിന് പകരം നമ്മളിന്ന് സ്റ്റക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 1-2 ഓപ്ഷൻസ് ഉള്ളുവെങ്കിൽ ഒരു കാര്യം നമ്മളധികം ചൂസ് ചെയ്യുന്നു അല്ലേ. അത് തെറ്റായി പോയാലും നമുക്ക് ആ സിസ്റ്റത്തിനെ ബ്ലെയിം ചെയ്യാം. അതായത് ആകെ 2 ഉണ്ടായുള്ളൂ, അതിനകത്ത് ഒന്നും ശരിയായില്ല. അതേസമയം ഒരു 100 ഓപ്ഷൻ ഉള്ള അടുത്ത് നമ്മളൊന്ന് ചൂസ് ചെയ്തു, ആ ചോയ്സ് ശരിയായില്ല, നമ്മൾ നമ്മളെ തന്നെ ആയിരിക്കും ബ്ലെയിം ചെയ്യുന്നത്. അതായത് ബാക്കി 99 ഓപ്ഷൻസ് ഉണ്ടായിട്ടും ഞാൻ ഈ ഒരു ഓപ്ഷനാണ് ചൂസ് ചെയ്തെടുത്തത്, അല്ലെങ്കിൽ ഈ ഒരു കരിയർ പാത്താണ് ചൂസ് ചെയ്തെടുത്തത്, ഈ ഒരു മൂവിയാണ് പോയി കണ്ടത്, എൻ്റെ തെറ്റ്, സെൽഫ് ബ്ലെയിമിങ്. ഇത് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓപ്ഷൻസ് കൂടുന്തോറും നമ്മുടെ എക്സ്പെക്റ്റേഷൻസും കൂടുന്നു. ഈ ഒരു വീഡിയോ ഒരു 20 മിനിറ്റേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ആ ടോക്ക് അത് കണ്ടിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ നെഗറ്റിവിറ്റീസ് ആണ്. പക്ഷെ ഇതിനെ എങ്ങനെ മറികടക്കാം? കഴിഞ്ഞൊരു 6 മാസമായിട്ട് ഞാൻ ചെയ്യുന്ന 3 കാര്യങ്ങളുണ്ട്. അതായത് ഫിസിക്കലി അപ്ലൈ ചെയ്ത കാര്യങ്ങൾ, മെൻ്റലി തലയിൽ കൊണ്ടുനടക്കുന്ന കാര്യങ്ങളല്ല. അത് ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറയാം. ഒന്ന്, ഡയറി റൈറ്റിംഗ് ആണ്. പറയുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും. പക്ഷെ ഞാൻ ആദ്യമൊക്കെ ഫോണിൽ നോട്ട് സെക്ഷനിൽ എഴുതി വയ്ക്കുമായിരുന്നു, ഡയറിയൊക്കെ എഴുതി വയ്ക്കണ പോലെ. പക്ഷെ അത് ഞാനിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. കാരണം നമ്മൾ ഫോണിൽ നോട്ട്സ് എടുക്കുമ്പോഴായിരിക്കും, എനിക്ക് തന്നെ മനസ്സിലായിട്ടുള്ളതാണ്,
പലപ്പോഴും എന്തെങ്കിലും എഴുതാൻ വേണ്ടി നോട്ട്സ് എടുക്കും, ഫോണിലെടുക്കും. പക്ഷെ അതേ സമയത്തായിരിക്കും വേറൊരു ആപ്പോ, വേറെ തുറന്നു വെച്ചേക്കുന്ന ഒരു ആപ്പോ കാണുന്നത്. ചിലപ്പോൾ ജിമെയിൽ ആയിരിക്കും. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്യും. എന്താണോ എഴുതി വെക്കാൻ ഫുൾ ക്ലാരിറ്റിയിൽ വന്ന അത് മറന്നു പോകും. അതുകൊണ്ട് ഫിസിക്കലി ഒരു ബുക്കിൽ തന്നെ എഴുതി വെക്കാൻ തുടങ്ങി. ഇപ്പൊ രാവിലെ എഴുന്നേക്കുന്നെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ, രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് നമ്മളോട് മറ്റാരും സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കണം. ഒരു ഡയറിയിൽ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എഴുതി വെക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള നോയ്സിനെ നമുക്ക് എപ്പോഴും ക്ലിയർ ചെയ്യാൻ പറ്റില്ല അല്ലെ? പക്ഷെ നമ്മുടെ അകത്തുള്ള നോയ്സിനെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്യാം. അവിടെ പൈലായിട്ട് കിടക്കുന്ന ഡമ്പിനെയൊക്കെ എടുത്ത് നമുക്ക് ബുക്കിലോട്ടിടാം. നമ്മൾ മോട്ടിവേഷനെ എപ്പോഴും യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ മോട്ടിവേഷണൽ വീഡിയോസ് കണ്ട് നല്ലോണം ഓവർ എസ്റ്റിമേറ്റ് ചെയ്യും. പക്ഷെ നമ്മൾ എപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന കാര്യമാണ് ക്ലാരിറ്റി. അതുപോലെ തന്നെ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് എഴുതുന്ന ഒരാൾക്കറിയാം പാറ്റേൺസ് കണ്ടു തുടങ്ങും. അതായത് രാത്രി എപ്പോഴാണോ വൈകി കിടക്കുന്നത് ആ ദിവസങ്ങളിലാണ് പിറ്റേ ദിവസം ജിമ്മിൽ പോകാൻ നമുക്ക് മടി വന്നത്. അതുപോലെ രാവിലെ ജോഗിങ്ങിന് പോകുന്ന ദിവസങ്ങളായിരിക്കും ആ ദിവസം ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുക. നമ്മൾ ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നത് എന്ത് കാര്യത്തിനെ കുറിച്ചാണോ അതൊക്കെ നമുക്കൊരു പാറ്റേണിലൂടെ പതിയെ മനസ്സിലാവും. നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ തന്നെ ഒരു പുറത്തുനിന്നുള്ള ആളായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് വരുന്ന ക്ലാരിറ്റി വളരെ വലുതാണ്. അതുപോലെ ഞാൻ ചെയ്തു തുടങ്ങിയൊരു കാര്യമാണ് ട്രാക്കിംഗ്. ട്രാക്കിംഗ് എന്ന് പറയുമ്പോൾ ഒബ്സസീവ് ആയിട്ടുള്ള ട്രാക്കിംഗ് അല്ല, പക്ഷെ ഡിസിപ്ലിൻ. അതും കാശിന്റെ കാര്യം മാത്രമല്ല, കാശ് നമുക്ക് സ്പെൻഡിങ്സ് നമുക്ക് ട്രാക്ക് ചെയ്യാം. അതിന് പല പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് ഞാൻ ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസും ട്രാക്ക് ചെയ്യാം. ഞാനിപ്പോൾ ജിമ്മിൽ പോകുമ്പോൾ എല്ലാ ദിവസവും പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു ചെറിയ വീഡിയോ എങ്കിലും എടുത്ത് വയ്ക്കും. ഒന്ന് പതിയെ ഒരു സ്ട്രീക്ക് കണ്ടു തുടങ്ങും. അതായത് 10 ദിവസം പോയി കഴിയുമ്പോൾ 10 വീഡിയോസായി. അത് എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്തെന്ന് വിചാരിച്ചോ, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. 10 ആയി കഴിഞ്ഞാൽ നമുക്കത് കീപ്പ് ചെയ്യാൻ തോന്നും. അതായത് ഒരു സ്ട്രീക്ക്, ഒരു പാറ്റേൺ ഡെവലപ്പായി വന്നു തുടങ്ങിയാൽ അത് കീപ്പ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവും. അതിൻ്റെ ഒപ്പം ഇൻവിസിബിൾ ആയിട്ടുള്ള പ്രോഗ്രസ് വിസിബിളായി കണ്ടു തുടങ്ങും. ലൈഫിനെ നമുക്ക് മെഷർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന് ഏറ്റവും നല്ല പരിപാടി ചെറിയ ചെറിയ കാര്യങ്ങൾ ട്രാക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. വീഡിയോസ് എടുക്കാം, എഴുതി വെക്കാം, എങ്ങനെ വേണമെങ്കിലും റെക്കോർഡ് ചെയ്യാം. മൂന്നാമത്തെ കാര്യമാണ് ഡീക്ലട്ടർ. ഡീക്ലട്ടർ എന്ന് പറയുമ്പോൾ അതിനെ ഈസി ആയിട്ട് നമുക്ക് മിനിമലിസത്തിലേക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. പക്ഷേ ഞാൻ ക്ലീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ മുറി മാത്രം ക്ലീൻ ചെയ്യുക എന്നുള്ളതല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ അറ്റൻഷൻ പോകുന്നത് നമ്മുടെ ഫോണിലേക്കാണ്, അതിനകത്തുള്ള ആപ്സിലേക്കാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഫോണിൽ വെതറിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. എത്ര പേര് അത് യൂസ് ചെയ്യണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ആ ഒരു ആപ്പ് എടുത്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളയുക. നമ്മൾ കാണുന്ന ഓരോ യൂസ്ലെസ് ആയിട്ടുള്ള സാധനവും നമ്മുടെ ലിറ്റിൽ ബിറ്റ് ഓഫ് അറ്റൻഷൻ അവിടെ എടുത്തു വയ്ക്കുകയാണ്. നമുക്കതിൻ്റെ ആവശ്യമില്ല. ആവശ്യമില്ലാത്ത ആപ്പുകൾ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. ഇത് ഫ്രിക്ഷൻ ശരിക്കും കുറയും. നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ നമ്മളിൽ നിന്ന് അറ്റൻഷൻ സീക്ക് ചെയ്യുന്നത് കുറയും. ഒരു എക്സാമ്പിളാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫീഡിലേക്ക് ഞാൻ പോകുമ്പോൾ, ഡിസ്കവറി ഫീഡിലേക്ക് പോകുമ്പോൾ ഞാൻ കാണുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. എൻ്റെ താല്പര്യങ്ങൾ വൈൽഡ് ലൈഫും എയർപ്ലെയിൻസും അതേപോലെ പ്രൊഡക്ടിവിറ്റിയും കാര്യങ്ങളും മാത്രമാണ്. വേറെ ആവശ്യമില്ലാത്ത അനാവശ്യമായ കാര്യങ്ങൾ ഞാൻ കാണാറില്ല. ഇപ്പോൾ എൻ്റെ ഫോൺ എൻ്റെ തല തന്നെയാണ്. അതായത് എൻ്റെ തലയിലുള്ള സാധനങ്ങളുടെ ഇലക്ട്രോണിക് ഫോം തന്നെയാണ് എൻ്റെ ഫോൺ. പക്ഷേ ഇപ്പം നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും അത് സിമ്പിളാണ്, കാമാണ്, ഡീക്ലട്ടേർഡ് ആണ്. So let's start today.